കോട്ടിംഗ് ചെയ്യുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങൾ. എന്തിനു വേണ്ടിയാണ് കോട്ടിംഗ്, ഏതൊക്കെ പാർട്സിൽ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമസ്കാരം, ഞാൻ ചേർത്തല കാറക്സിൽ നിന്ന് വിഷ്ണു. പലതരത്തിലുള്ള പെയിന്റ് പ്രൊട്ടക്ഷൻ കോട്ടിങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏത് കോട്ടിംഗ് നിങ്ങളുടെ വാഹനത്തിന് വേണമെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് വാക്സ് കോട്ടിംഗ് അല്ലെങ്കിൽ ടഫ്ലോൺ കോട്ടിംഗ് എന്നുള്ള കോട്ടിങ്ങിനെ പറ്റിയാണ്. അതായിരുന്നു എല്ലാവർക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത്. കാര്യം ഷോറൂമിൽ അങ്ങനത്തെ ഒരു കോട്ടിങ്ങൾ ഒക്കെയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറാമിക് കോട്ടിങ്, ഗ്രാഫൈൻ കോട്ടിങ്, ബോറോഫിൻ കോട്ടിങ് കൂടാതെ PPF എന്ന് പറഞ്ഞ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമും കൂടി നമ്മളുടെ വിപണിയിൽ വന്നിട്ടുണ്ട്. ഈ കോട്ടിങ്ങളെ കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ പോളിഷിങ്ങിനെ പറ്റി ആദ്യം അറിയണം. നമ്മൾ പോളിഷിങ് ചെയ്തതിന് ശേഷമാണ് ഇതേപോലത്തെ കോട്ടിങ്ങൾ നമ്മുടെ വാഹനത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പോളിഷിങ്? നമ്മുടെ വാഹനത്തിൽ പലതരത്തിലുള്ള കറകൾ പിടിച്ചിട്ടുണ്ടാവും. കൂടാതെ ലൈറ്റ് ആയിട്ടുള്ള ഒത്തിരി സ്ക്രാച്ചസും ഇട്ടുണ്ടാവും ഈ പുല്ലുകൊണ്ടൊക്കെ. കറകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാട്ടർ സ്റ്റെയിൻ ആണ്. മെയിൻലി നമ്മളൊരു ബോർവെല്ല് വാട്ടറിലാണ് വാഹനം വാഷ് ചെയ്യണതെങ്കിൽ ആ ബോർവെല്ലിൽ അയൺ കണ്ടന്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ വാഹനത്തിൽ ഡെപ്പോസിറ്റ് ആവും. നമ്മുടെ വാഷ് ബേസിനിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റെയിൻ നമ്മുടെ വാഹനത്തിൽ പിടിച്ച ഒരു മഞ്ഞ ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിഷിങ് യൂസ് ചെയ്യുന്നത്. പോളിഷിങ് യൂസ് ചെയ്യുമ്പോൾ തന്നെ വാഹനം ഒരു പുതിയതുപോലെ ആയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വാഹനം ഒന്ന് പുതിയൊരു കണ്ടീഷനിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോട്ടിങ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വെറ്റ് ഫീല് നമ്മുടെ വാഹനത്തിന് ലഭിക്കുന്നു. വാക്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വാക്സ് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയറിലൊക്കെ ഒരു ഓയിൽ വെച്ച് കഴിയുമ്പോൾ ഒരു വെറ്റ് ഫീൽ കിട്ടില്ല. ഇപ്പോൾ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ ഒരു ഓയിൽ വെച്ച് കഴിയുമ്പോൾ വെറ്റ് ഫീൽ കിട്ടും. പക്ഷേ ഈ വാക്സ് കോട്ടിങ്ങിന് അല്ലെങ്കിൽ ടഫ്ലോൺ കോട്ടിങ്ങിന് കുറച്ച് നാളത്തേക്കുള്ള ഒരു ബോണ്ടിങ് കപ്പാസിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഷാമ്പു വാഷ് കഴിയുമ്പോൾ നമ്മുടെ തലേന്ന് ഓയിൽ പോകുന്ന പോലെ വാഹനത്തിൽ നിന്നുള്ള ആ വെറ്റ് ഫീൽ തരുന്ന ആ കോട്ടിങ് മെറ്റീരിയൽ പോകും. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് സെറാമിക് കോട്ടിങ് ഇറങ്ങിയത്. ആ സെറാമിക് കോട്ടിങ് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാറക്സിലും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷം പിന്നിട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെറാമിക് കോട്ടിങ്, ഗ്രഫൈൻ കോട്ടിങ്, ബോറോഫിൻ കോട്ടിങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വാക്സിൽ നിന്ന് എന്താണ് ഈ കോട്ടിങ്ങിന് വ്യത്യാസം? വാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീം ടൈപ്പ് മെറ്റീരിയൽ ആയിരുന്നു. ഈ പറഞ്ഞ ബോണ്ടിങ് കപ്പാസിറ്റി അതിന് കുറവായിരിക്കും. പക്ഷേ ലിക്വിഡ് ഫോമിൽ വരുന്ന കോട്ടിങ്ങുകളാണ് ഞാൻ ഈ പറഞ്ഞ 3 സെറാമിക്കും, ഗ്രഫൈനും, ബോറോഫിനും. ലിക്വിഡ് ഫോമിലായിരിക്കും ഇത് വരുന്നത്. ആദ്യം ഇറങ്ങിയത് സെറാമിക് കോട്ടിങ്. അത് സിലിക്കോണിൻ്റെ ഒരു കോട്ടിംഗ് ആയിരുന്നു. നമ്മൾ സിലിക്കോൺ കോട്ടിങ് വാഹനത്തിൻ്റെ മീതയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ലെയർ ആയിട്ട് ഇത് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വാഹനം വെയിലത്ത് കൊണ്ടിടുവാണെങ്കിൽ സൺലൈറ്റിലുള്ള UV റേസ് നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിനെയൊക്കെ നല്ലപോലെ മങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിങ്ങൾ ഇറങ്ങിയത്. കൂടാതെ ഇത്തരത്തിലുള്ള കോട്ടിങ്ങളെല്ലാം നാനോ ടെക്നോളജിയാണ്. അപ്പോൾ ഹൈഡ്രോഫോബിക് എഫക്റ്റ് നല്ലപോലെ ഉണ്ടാവും. ഹൈഡ്രോഫോബിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ റിപ്പല്ലൻ്റ് എന്നും കൂടി പറയാം. വെള്ളം വാഹനത്തിൽ പിടിക്കില്ല. ഉദാഹരണം, നമ്മളൊരു ചേമ്പലിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പോകുന്നത് കണ്ടില്ല. അപ്പോൾ അതേപോലത്തെ ഒരു കപ്പാസിറ്റിയും കൂടി ഇതേപോലത്തെ കോട്ടിങ്ങുകൾക്കുണ്ട്. നെക്സ്റ്റ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഗ്രഫൈൻ കോട്ടിങ് വന്നത്. അപ്പോൾ അതിനേലും ഇത്തിരി കൂടി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഗ്രഫൈൻ കോട്ടിങ് ഇത്തിരി കൂടി ബെറ്റർ റിസൾട്ട് തരുന്നു എന്നുള്ളത് എല്ലാ കമ്പനിക്കാരും കണ്ടുപിടിച്ചു. ഇങ്ങനെ ഗ്രഫൈൻ കോട്ടിങ് വിപണിയിൽ കൊണ്ടുവന്നു. ഗ്രഫൈൻ കോട്ടിങ് കാർബൺ കൊണ്ടുള്ളൊരു കോട്ടിങ്ങാണ്. അതിൽ ഡാർക്ക് ഫീല് കൂടുതൽ കിട്ടുന്നു. പെയിൻറ്റ് ചില ഡാർക്ക് കളറുകളുള്ള വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ പെയിൻറ്റിനെ ഒന്നുകൂടി ഡാർക്ക് ആക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബോറോഫിൻ കോട്ടിങ് എന്ന് പറഞ്ഞൊരു കോട്ടിങ്ങും കൂടി വന്നിട്ടുണ്ട്. ഈ ബോറോഫിൻ കോട്ടിങ്ങും സെറാമിക് കോട്ടിങ്ങും ഗ്രഫൈൻ കോട്ടിങ്ങിനും ഡാർക്ക് ഫീൽ കൂടുതൽ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, തിളക്കം കൂടുതൽ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഹാർഡ്നെസ്സിലും വ്യത്യാസമുണ്ട്. ആദ്യം ഇറങ്ങിയ കോട്ടിങ്ങിന് 9H ഹാർഡ്നെസ് ആയിരുന്നെങ്കിൽ പിന്നീട് ഇറങ്ങിയ കോട്ടിങ്ങിന് 10H ആയി. ഇപ്പോൾ 12H വരെ. ആദ്യം സെറാമിക്, പിന്നെ ഗ്രഫൈൻ, ഇപ്പോൾ ബോറോഫിൻ 12H കോട്ടിങ് ആയി. അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്ഷനും കംപ്ലീറ്റ്ലി കൂടുതലായിരിക്കും. പക്ഷേ വൈറ്റ് കളർ വാഹനങ്ങളിലാണെങ്കിൽ സെയിം ഫീൽ ആയിരിക്കും നോട്ടത്തിൽ തോന്നുന്നത്. പക്ഷെ പെർഫോമൻസിൽ ബോറോഫിന് തന്നെയായിരിക്കും ബെറ്റർ. ഈ കോട്ടിങ്ങുകൾ നമ്മൾ ഏതൊക്കെ പോർഷനിലാണ് ചെയ്യുന്നത്, എത്ര നാളത്തേക്കാണ് ഇതിൻ്റെ ഗ്യാരണ്ടി എന്നൊക്കെ ഉള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറക്സിലേക്ക് ഒരു വാഹനം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ് വാഷിങ്. ആ വാഷിങ്ങിൽ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുന്ന വാഷിംഗ് ആയിരിക്കും. അയൺ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുന്നത് അയൺ റിമൂവർ ഉപയോഗിച്ചിട്ടും പിന്നെ ബാക്കിയുള്ള ടാർ റിമൂവ് ചെയ്യുന്ന ടാർ റിമൂവറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് കയറ്റുന്നു. ലൈറ്റായിട്ടുള്ള പെയിൻറ്റ് കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഒരു പുത്തൻ വണ്ടിയാണെങ്കിൽ പോലും അത് യാർഡിൽ ഒക്കെ കിടന്നിട്ടും അവിടെ ഇപ്പോൾ പെയിൻറ്റിങ് സെക്ഷനിൽ നിന്നുള്ള പെയിൻറ്റ് പറന്ന് പിടിച്ചിട്ടൊക്കെ ആയിട്ടാണ് പല ബഗ്സും നമ്മുടെ വാഹനത്തിലുണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പോളിഷിങ് ചെയ്യും. പ്രോപ്പർ പോളിഷിങ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്ഥാപനത്തിൽ നിന്നൊരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ നിന്ന്, പ്രത്യേകിച്ച് ഷോറൂമിൽ നിന്ന് പറയാം. അപ്പോൾ അവിടത്തിൽ നിന്ന് എന്താണ് നമ്മളുടെ പോളിഷിങ്ങിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു മാസ്കിങ്ങും പ്രോപ്പറായിട്ടുള്ളൊരു കെയറും വാഹനത്തിന് നൽകണം. അല്ലെങ്കിൽ നമ്മളുടെ മെഷീൻ പല സ്ഥലങ്ങളിലേക്കും കയറുമ്പോൾ, നമ്മളിപ്പോൾ ഒരു പെയിൻറ്റഡ് പാർട്സാണ് പോളിഷിങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈഡിലൊരു പ്ലാസ്റ്റിക് പാർട്സ് ഉണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് മാസ്കിങ് ചെയ്യണം. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ കറങ്ങുന്നത് പാട് ആ പ്ലാസ്റ്റിക് പാർട്സിൽ വീഴുകയും ആ ഒരു ഏരിയയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ചില ഷോറൂമുകളിൽ നിന്നൊരു പുതിയ വണ്ടി മേടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് പല പ്ലാസ്റ്റിക് പോർഷൻസിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇതേപോലുള്ള മെറ്റീരിയൽ പറ്റി പിടിച്ചിരിക്കുന്നത്.
അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം അവർക്ക് കവർ ചെയ്യേണ്ട ചിലപ്പോൾ 10ൽ മേല് വണ്ടികളായിരിക്കും, 5-8 വണ്ടികളെങ്കിലും കുറഞ്ഞതുണ്ടാവും. അവിടെയും കോൺട്രാക്റ്റാണ് ഇപ്പോൾ ഷോറൂംസിലും കൊടുക്കുന്നുണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കൊടുക്കാനുള്ള ടൈം ലഭിക്കുന്നില്ല. നമ്മളിവിടെ കാർക്സിൽ നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ഡീറ്റെയിലേഴ്സിനെ തന്നെയാണ് നിർത്തിയേക്കുന്നത്. വലിയ എക്സ്പീരിയൻസോടുകൂടിയാണ്. അപ്പോൾ ഏത് പ്രോപ്പർ പോർഷനിൽ എങ്ങനെ മാസ്ക് ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള അറിവ് അവർക്കുണ്ട്. അത് കാരണമാണ് നമുക്ക് കാർക്സിൽ ഇത്രയും പുതിയ വാഹനങ്ങളും വരുന്നത്, അതും ഇത്രയും പ്രീമിയം ലെവലിലേക്ക് കാർക്സ് മാറി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഏതൊക്കെ പോർഷൻസിലാണ് കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആണല്ലോ. അപ്പോൾ മെയിൻലി നമ്മൾ ചെയ്യുന്നത് പെയിൻറ്റഡ് പാർട്സിലാണ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കോട്ടിങ്സ് ഉണ്ട്, അതിനാണ് ട്രിം കോട്ടിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ്സിലാണ്. ഗ്ലാസ്സിൽ വാട്ടർ റിപ്പലൻസി പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് കോട്ടിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അലോ വീൽസിനും ക്രിസ്റ്റലായിട്ട് വരുന്ന ഹെഡ്ലൈറ്റ് മെറ്റൽ പാർട്സിനും ഒക്കെയാണ് നമ്മൾ കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ കോട്ടിങ്ങിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളത്തേക്കുണ്ട്? 1 വർഷം തുടങ്ങി 5 വർഷം വരെ ഡ്യൂറേഷനുള്ള കോട്ടിംഗ് ആണ് സെറാമിക്കിലും ഗ്രഫൈനിലും ബോറോഫിനിലും വരുന്നത്. പിന്നുള്ളൊരു സംശയം, നിങ്ങൾക്ക് കോട്ടിംഗ് ചെയ്യാൻ എന്തോരം സമയമാണ് വേണ്ടി വരുന്നത് കോട്ടിംഗ് ചെയ്ത് വാഹനം പുറത്തിറങ്ങണമെങ്കിൽ? അതൊരു കോട്ടിംഗ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ആദ്യം തന്നെ നമുക്ക് വാഷിംഗ് ആൻഡ് പോളിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ 1 ദിവസം വേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ദിവസം വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുള്ള 12 hours എങ്കിലും മിനിമം ക്യൂറിങ്ങിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിറക്കാൻ ഒരു 2.5 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാർക്സിൽ നല്ല സ്റ്റഡി തന്നെയാണ് നടത്തിയേക്കുന്നത്. വിപണിയിൽ പലതരത്തിലുള്ള പ്രൊഡക്ട്സും വന്നിട്ടുണ്ട്. അത് മിക്കതും നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ സിലിക്കോൺ അല്ലെങ്കിൽ കാർബൺ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസിന് ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 60% സിലിക്കോൺ അല്ലെങ്കിൽ 60% കാർബൺ ഉള്ള പ്രൊഡക്റ്റൊക്കെ ഇപ്പോൾ വിപണിയിലുണ്ട്. അത് യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ റിപ്പലൻസിയുടെ പവർ ആയിരിക്കില്ല. നമ്മളൊരു എബോവ് 96% യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 96% തന്നെയുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ വാട്ടർ റിപ്പലൻസും ഹൈ ഗ്ലോസും നമുക്ക് ലഭിക്കുന്നതിന് മെയിൻ കാരണം അത് തന്നെയാണ്. പ്രൈസിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു നല്ലൊരു സർവീസും നല്ലൊരു പ്രൊഡക്റ്റും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരിൽ നിന്ന് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് കാർക്സിൽ ഇത്രയും കസ്റ്റമേഴ്സിനെ കവർ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഒരു പുതിയ വാഹനം ഇറങ്ങുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം കസ്റ്റമേഴ്സും നമ്മുടെ ചേർത്തല കാർക്സിൽ വരുന്നുണ്ട്. അവർ ഷോറൂമിലൊന്നും സർവീസ് ചെയ്യാതെ തന്നെയാണ് നമ്മളുടെ കാർക്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് തന്നെ നല്ലൊരു ധാരണയായിട്ടുണ്ട് എന്താണ് പോളിഷിംഗ് എന്നുള്ളത്. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടഫ്ലോൺ കോട്ടിങ്ങോ വാക്സ് കോട്ടിങ്ങോ എന്നുള്ളതാണോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പോളിഷിംഗ് എന്താണ്, പ്രോപ്പറായിട്ടുള്ള കോട്ടിങ് എന്താണ് എന്നൊക്കെ എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ധാരണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ എന്നുള്ളത് മാത്രമല്ല, ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാകാതെ തന്നെ കൊല്ലത്തുനിന്നും എറണാകുളത്തുനിന്നും പല ഭാഗങ്ങളിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് വരെ നമ്മളുടെ പക്കൽ ഇത്രയും വാഹനങ്ങൾ എത്തിച്ചേർന്നത് ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെയും ഈ കൊടുക്കുന്ന സർവീസിൻ്റെയും ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഒരു പ്രോപ്പർ കോട്ടിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കാർക്സിനെ സമീപിക്കുക. നിങ്ങളുടെ വാഹനത്തിന് വേണ്ടി വരുന്ന പലതരത്തിലുള്ള സർവീസ് നമ്മളുടെ ചേർത്തല കാർക്സിൽ അവൈലബിൾ ആണ്. നമ്മളുടെ വാഹനം ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയോടുകൂടി പെയിൻറ്റ് അടിക്കാൻ, കളർ ചേഞ്ച് ഇല്ലാണ്ടൊക്കെ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റിങ് സർവീസ് നമ്മളുടെ കാർക്സിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൽ എന്തെങ്കിലും സ്റ്റെയിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ, വാട്ടർ സ്റ്റെയിനോ അങ്ങനത്തെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്ത് പുതിയതുപോലെ ആക്കാൻ, ലൈറ്റായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ ആ പോളിഷിങ്ങിലൂടെ മാറ്റും. അങ്ങനെ പോളിഷിങ് ചെയ്ത് പുതിയതുപോലെ ആക്കാനുള്ള സർവീസും കാർക്സിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ വാഹനത്തിൻ്റെ അകത്ത് UV-യും IR-ഉം ഹീറ്റും ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈ ഹീറ്റ് റിജക്ഷൻ കപ്പാസിറ്റി ഒക്കെയുള്ള സൺഫിലിം ഇൻസ്റ്റാളിങ് അത് നമ്മുടെ കാർക്സിലുണ്ട്. അതുമാത്രമല്ല, പുതിയ വാഹനങ്ങൾക്ക് സീറ്റ് കവർ ചെയ്യണമെങ്കിൽ അതും നമുക്കിവിടെ അവൈലബിൾ ആണ്. അക്കൂട്ടത്തിൽ വിനൈൽ ഫ്ലോറിങ്ങും ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ അണ്ടർചേസ് തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ ബോഡി കോട്ടിങ്ങും സൈലൻസർ തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റൻറ്റ് സൈലൻസർ കോട്ടിങ്ങുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ വാഹനത്തിൻ്റെ പെയിൻറ്റും പ്ലാസ്റ്റിക് പോർഷൻസും എല്ലാം തിളക്കത്തോടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആയ സെറാമിക്, ഗ്രഫൈൻ, ബോറോഫിൻ കോട്ടിങ്ങും നമ്മളുടെ കാർക്സിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസിനൊക്കെ വേണ്ടിയിട്ട് ഉടൻ തന്നെ കാർക്സിൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ കാർക്സിൻ്റെ ഷോറൂം വരുന്നത് ചേർത്തല ഒറ്റപ്പിൻ്റെ ജംഗ്ഷനിലാണ്. ഉടൻ തന്നെ നമ്മുടെ കാർക്സിൻ്റെ ഷോറൂമിലേക്ക് പോരുക.